അപ്പൊ ഇത്രയും സമയം സ്പെൻഡ് ചെയ്യുന്ന ഞാന് എന്റെ പ്രസിഡന്റ് സ്ഥാനം മാറ്റിയിട്ട് പുതിയ പ്രസിഡന്റ് ആണെന്നറിയോ? രാജൻ സക്രിയ. എന്ത് യോഗ്യത ഉണ്ടടാ? യോഗ്യത? ആ ചപ്പാത്തി കണ്ണന് എന്ത് യോഗ്യത ഉണ്ടടാ? ചപ്പാത്തി കണ്ണനാ സാറേ? 4 ജുവലറി, 4 തിയേറ്റർ, 4 പെട്രോൾ പമ്പ്, കോടീശ്വരൻ. അതെന്താ എല്ലാം ഈ 4? ഞാൻ ഈ വിരലോടെ പൊക്കിയിട്ട് എണ്ണ നിൽക്കുന്നേ പുള്ളി നോക്കിക്കൊണ്ടിരിക്കോ, അല്ലെങ്കിൽ ഉടനെ അടുത്ത ബിസിനസ് തുടങ്ങും. രാജൻ സക്രിയ സാർ ഇങ്ങോട്ട് വരുന്ന ദിവസമാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ നേരത്ത് പുതിയതായിട്ട് പ്രസിഡന്റ് ആയിട്ട് ചാർജ് എടുക്കാൻ വരുവാണ്. അപ്പൊ നല്ല കൈയടിച്ച് വേണ്ടിയാണ് പുള്ളിക്കാരനെ ഇങ്ങോട്ട് വിളിക്കാനായിട്ട്. പുള്ളി അവിടെ വെയിറ്റ് ചെയ്യുവാണ്. അപ്പൊ സാറ് വരാൻ നേരത്ത് നല്ല കൈയടി കൊടുക്കണം കേട്ടല്ലോ. സാറേ ഇവിടെ എല്ലാം റെഡിയാണ്, ഇങ്ങോട്ട് പോന്നേക്കൂ. ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞാൻ പ്രസിഡന്റ് ആയിട്ട് ഇങ്ങോട്ട് സ്ഥാനം ഏറ്റെടുക്കാൻ വന്നപ്പോ നിങ്ങൾ എനിക്ക് നല്ല പ്രോത്സാഹനമാണ് തന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ഇതെന്താ സാറേ ഇത് എൻട്രി മ്യൂസിക് സമയത്ത് കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കൂല. അങ്ങനെയുള്ള എന്ത് ചെയ്യും? കൈ നിന്നിട്ട് കളിച്ച് ഇങ്ങനെ കയറി വരും. എവിടം വരെ പോകും നമുക്ക് നോക്കാം. ഹലോ ഹായ്, നമസ്കാരം. ഐ ആം ടോണി കുശിങ്കൽ. രാജൻ സക്കറിയ. അതെ, എക്സ്ക്യൂസ് മീ. ഞാൻ ഈ ക്ലബ്ബിൽ ആദ്യമായിട്ട് വരുവാണ്. പുതിയ പ്രസിഡന്റ് സ്ഥാനമാണ്. അപ്പൊ എനിക്ക് ഇവിടെ ഒന്നും അറിയില്ല. എന്നെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തണം ഇവിടെ. സക്കറിയ സാർ, ആ കാണുന്ന റൂം ഉണ്ടല്ലോ, അവിടെയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഫിലിപ്പീനികളുടെ ഭക്ഷണമായ ട്രിക്കോ ടോണി ടിമ്പിൾ എന്ന് പറയുന്ന സാധനമുള്ളത്. അവിടെയുണ്ട്. 18 രാജ്യങ്ങളിലാണ് ഞാൻ ഈ ട്രിക്കോ ടോണി ട്രിമ്പിൾ കഴിക്കാനായിട്ട് നടന്നത്. അത് എനിക്ക് കിട്ടിയിട്ടില്ല. അത് വിളമ്പുന്ന ആരാന്നറിയോ? ഫിലിപ്പീനികളായ സുന്ദരിമണികളാണ്. കറക്റ്റ് സ്ഥലത്താണ് ഞാൻ എത്തിയിരിക്കുന്നത്. താങ്ക് യു. ഇല്ല കാണുന്ന മുറിയുണ്ടോ? അത് അറേബ്യൻ ഫുഡായ എന്ന് പറയുന്ന ഫുഡ് അവിടെയാണ് വിളമ്പുന്നത്. ഓ മൈ ഗോഡ്. അത് വിളമ്പുന്ന ആരാന്നറിയോ? ബെല്ലി ഡാൻസുകാരികളായ റാസയും ബാസയും. കറക്റ്റ് സ്ഥലത്താണ് ഞാൻ വന്നിരിക്കുന്നത്. താങ്ക് യു. എക്സ്ക്യൂസ് മീ, ആ കാണുന്ന മുറി ഏതാണ്? അയ്യോ, അങ്ങോട്ട് പോണ്ട. അവിടെ വീട്ടിലെ ഊണാണ് വിളമ്പുന്നത്. രമണി, ശാരദ, തങ്കമ്മ. അയ്യോ, കറി കുറവാണെങ്കിൽ ഇവളെയൊക്കെ വായിരിക്കുന്ന തെറി ഒരു രക്ഷയില്ല. അങ്ങോട്ട് പോകുന്നേ നല്ലത്. ഞാൻ മൈൻഡ് ചെയ്യില്ല. സാർ ആദ്യമായിട്ട് വന്നതല്ലേ, ഒരു ഗ്ലാസ് മദ്യം എന്റെ കയ്യിൽ നിന്ന് തന്നെ കഴിക്കണം സാർ. സോറി. ഞാൻ വർഷത്തിൽ ഒരു ദിവസം മാത്രമേ മദ്യപിക്കാറുള്ളൂ. അതെന്താ? അത് ക്രിസ്മസ് ദിനം. ക്രിസ്മസിനാ? അല്ലാതെ വേറെ ഒരു ദിവസവും ഞാൻ മദ്യപിക്കത്തില്ല. ആകെ ഒരു ക്രിസ്മസ് ദിനത്തിൽ മാത്രമേ ഞാൻ മദ്യപിക്കൂ. സാറേ, അങ്ങനെയുള്ള മദ്യമൊന്നും അല്ല സാറേ ഇത്. ഇറ്റലിയിൽ നിന്ന് മാർബിൾ ഇട്ട് വാറ്റിയ സാധനമാണ്. മാർബിൾ അല്ല, മാങ്ങ ഇട്ട് വാറ്റിയ സാധനമാണ് സാർ. 12 വർഷം മണ്ണടി കുഴിച്ചിട്ടിട്ടാണ് ഈ സാധനം നമ്മൾ ഉപയോഗിച്ചെടുക്കുന്നത്. 12 വർഷം? പിന്നല്ല, സാറിന് വേണ്ടെങ്കിൽ ഇപ്പൊ സാർ 12 വർഷം ഇത് മണ്ണടി കുഴിച്ചിട്ട്. ഓ, അതാണ്ട് ഇത് ഈ സാധനം പിന്നല്ല 12 വർഷം അല്ല സാറ് ക്രിസ്മസിനെ കുടിക്കണോന്ന് പറഞ്ഞ്. എന്റെ കയ്യിൽ എന്താണ്? സ്റ്റാർ. ഇത് നമ്മൾ എപ്പോഴാണ് തൂക്കുന്നത്? ക്രിസ്മസിന്. അപ്പൊ ഇന്ന് ക്രിസ്മസ്. മനസ്സിലായി? ക്രിസ്മസിന് മാത്രമേ ഞാൻ കഴിക്കൂ. സാർ എന്തായാലും ദീപാവലിക്ക് കഴിക്കാത്ത കാര്യമായി. എന്താ? എലിവാണം കത്തിച്ചു വെച്ച് കയ്യിൽ വെച്ചു കുടിച്ചാനേ. നിങ്ങൾക്കൊരു ശ്രദ്ധയില്ല. എന്താ? ക്രിസ്മസ്. സോറി സാർ. ക്രിസ്മസ് ആയി.